നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ബട്ടർ കുക്കീസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ് ബട്ടർ കുക്കീസ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടമാണെന്നറിയാം. ബട്ടർ കുക്കീസ് ക്രിസ്മസ് ന്യൂ ഇയർ സീസണിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ക്രിസ്മസ് ലുക്കും കൂടെ നമുക്കതിന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻസും കൂടെ നമുക്ക് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് ബട്ടർ കുക്കീസ്. ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഈ ചാനൽ കാണുന്ന എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ കമൻറ്റും ലൈക്സും ഒക്കെ ഈ വീഡിയോ കണ്ടതിന് ശേഷം വന്ന് അറിയിക്കാനും മറക്കരുത്. കുക്കീസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഓൾ പർപ്പസ് ഫ്ലവർ അഥവാ മൈദ, പൗഡേർഡ് ഷുഗർ, പിന്നീട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ. നമ്മൾ ഷുഗർ പൊടിച്ചതിന് ശേഷമാണ് ചേർക്കുന്നത്. 75 ഗ്രാം പൊടിച്ച പഞ്ചസാരയാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ഞാൻ വെയിറ്റ് നോക്കിയിട്ടാണ് ചേർത്തത്. പൊടിച്ച പഞ്ചസാരയും പൊടിക്കാത്ത പഞ്ചസാരയും തമ്മിൽ വ്യത്യാസമുണ്ട് വെയിറ്റിന്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദ അഥവാ ഓൾ പർപ്പസ് ഫ്ലവർ ആണ്. അത് 130 ഗ്രാമാണ് കുക്കീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പൊടിച്ച പഞ്ചസാര ഇട്ട ബൗളിലോട്ട് തന്നെ നമുക്കതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് നല്ലതുപോലെ ഒന്ന് അരിച്ചാണ് ഒരു പാത്രത്തിലേക്ക് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുമ്പം ഒന്ന് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മളിതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 100 ഗ്രാമിൻ്റെ ഒരു ബാറാണ്. ഞാനതിൽ നിന്ന് 90 ഗ്രാമാണ് എടുക്കുന്നത്. ഒരു ചെറിയൊരു സ്ലൈസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒരു 90 ഗ്രാമൊക്കെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് പൗഡറാണ്. അതൊരു 3 പിഞ്ച് നിറച്ചിട്ടാലും മതിയാവും. ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അതിനുശേഷം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/8 ടീസ്പൂൺ, അതായത് ഒരു 2 പിഞ്ച് ഉപ്പും കൂടെ നമുക്കതിലേക്ക് ചേർക്കാം. ഇത് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി സ്പാച്ചുല യൂസ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് എടുക്കാം. പക്ഷേ ഈ പഞ്ചസാര പൊടിച്ചതൊക്കെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് അതിങ്ങനെ പറക്കും. പക്ഷേ എനിക്ക് കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതാണ് ഇഷ്ടം. നമ്മൾ ഒരുപാട് എനർജി എടുത്തിട്ട് ഇത് മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഷുഗർ പൗഡറും മൈദയും ബട്ടറും പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കൊള്ളും. നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്നത് പോലെ ഇത് പെട്ടെന്നായി കിട്ടും. ഇനി ഇതൊന്ന് ബൈൻഡ് ആവണം. അതിനുവേണ്ടി നമ്മൾ ബൈൻഡിങ് ഏജൻ്റായിട്ട് ഒന്നുകിൽ പാല് ചേർക്കാം, അല്ലെങ്കിൽ ഒരു മുട്ടയുടെ പകുതി മഞ്ഞ ചേർത്ത് കൊടുത്താലും മതി. നല്ലതുപോലെ ബൈൻഡായി കിട്ടും. നമ്മളിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ പാലാണ് എടുത്തത്. അത് തന്നെ ഞാനൊരു 3/4 ടേബിൾ സ്പൂണോളം മാത്രമേ ചേർത്തുള്ളൂ. നിങ്ങൾ ഒന്ന് കുഴച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വേണമെന്ന്. എക്സ്ട്രാ പൊടിയൊന്നും ചേർക്കാതെ നല്ലതുപോലെ ഇത് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബേക്കിംഗ് ഷീറ്റിലാണ് പരത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് ടേബിളിലോ അതുമല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോ ഒക്കെ വെച്ച് കനം കുറച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാൻ പറ്റും. പരത്തുന്നതിന് മുമ്പ് ഒരല്പം മൈദ ഞാനിപ്പോൾ ബേക്കിംഗ് ഷീറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കീസിൻ്റെ ഡോ ആ മാവിൽ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഒരുപാട് കനം കുറഞ്ഞ് പോകാൻ പാടില്ല. ഏകദേശം 1/8 ഇഞ്ച് വലിപ്പം എന്നൊക്കെ നമുക്ക് പറയാം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു കുക്കിയൊക്കെ എത്ര ഉണ്ടാവുമെന്ന്. അപ്പോൾ നമുക്കൊരു കുക്കി കട്ടർ അതിലേക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യാൻ തക്കവണ്ണമുള്ള വലിപ്പം മാത്രം മതി. ഇപ്പം ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ക്രിസ്മസ് കട്ടേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഷേപ്പിൽ പ്ലാസ്റ്റിക്കും സ്റ്റീലും ഒക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റീൽ കട്ടേഴ്സാണുള്ളത്. അത് വെച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഷേപ്സ് ഒക്കെ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് സമയം മതി കുക്കീസ് ബേക്കായി കിട്ടാൻ. ഞാനിവിടെ ഒരു ടൈമർ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് സമയം. അതായത് ഒരു 15 മിനിറ്റാണ് ഞാൻ വെച്ചത്. സാധാരണഗതിയിൽ ഒരു 15 മുതൽ 18 മിനിറ്റിനുള്ളിൽ ഇതായി കിട്ടും. എന്നാലും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. 170 ഡിഗ്രി സെൽഷ്യസിൽ ഞാനൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കുക്കീസ് ബേക്ക് ചെയ്യാൻ വെച്ചത്. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഒരു ഏകദേശം 16 മിനിറ്റ് കൊണ്ട് എൻ്റെ അത് റെഡിയായി. സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റാം. നിങ്ങൾക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത് ക്ലിയർ ജെല്ലിൽ കുറച്ച് ഐസിങ് ഷുഗറും പിന്നീട് ഫുഡ് കളറും യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫുഡ് കളേഴ്സിൽ തന്നെ ലിക്വിഡും ഉണ്ട്, ജെല്ലും ഉണ്ട്. അത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് യൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും വളരെ സിമ്പിളും ഈസി ആയിട്ടുള്ള ബട്ടർ കുക്കീസ് ഈ ഫെസ്റ്റീവ് സീസണിൽ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ വീട്ടിൽ വെക്കണം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാം. അത് മാത്രമല്ല നമുക്ക് തന്നെ 4 മണിക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ് ബട്ടർ കുക്കീസ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്സും
കമൻസും ഒക്കെ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.